പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കേണ്ട കേസ്. വണ്ടി റെഡിയല്ലേ? ഓ വണ്ടിയൊക്കെ റെഡിയാണോ? ആ അവിടെ നിർത്തിയിട്ടത്. അപ്പൊ ഒന്ന് പിടിച്ച് കയറ്റ പെട്ടെന്ന്. ആ വടിയും കുന്തൊക്കെ ആയിട്ട് ഈ പണ്ടാറങ്ങളെ എവിടേക്കാനാവോ പിടിച്ചേ? ഒളിക്കേണ്ട വൈദ്യരായരെ ഞങ്ങള് കണ്ടു. നാട്ടിൽ ഒരു കാര്യത്തിനും നിങ്ങളെ കിട്ടില്ല എന്ന് വെച്ചാല് ഞാൻ ഈ ആടലോടകത്തിന്റെ വേര് തപ്പി ഇറങ്ങിയതാ. ആ ആടലോടെ നടുറോഡിലാണല്ലോ ഉണ്ടാവുക. അല്ല നിങ്ങളെല്ലാവരും കൂടി എങ്ങോട്ടാണാവോ? ഇന്ന് പാർട്ടിയുടെ ബന്ധോ ഹർത്താലോ വല്ലതുണ്ടോ? നാട്ടിലൊരു പേനായി ഇറങ്ങിയിട്ട് 3-4 ആളെ കടിച്ച വിവരം നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? ഇല്ല. നിങ്ങൾ എവിടുത്തെ വൈദ്യരാ നായരെ? ഡാ അവിടുത്തെ ഇതെന്താ ആളെ കളിപ്പിക്ക? അതെ, നായയെ കൊല്ലാൻ സഹായം പോലീസ് സ്റ്റേഷനിലേക്കാ ഞങ്ങള്. SI ഒന്ന് കാണണം. ആര്? ഗബ്ബാറ? നായെ പിടിക്കാനാ? മര്യാദയ്ക്ക് ഒരു കള്ളനെ പിടിക്കാൻ കഴിവില്ലാത്തവനാണ് നായെ പിടിക്കാൻ പോണത്. നിങ്ങൾ ഇന്ന് സമയം കളയാതെ ആ പട്ടാളക്കാരെ സഹായം തേട്. അത് ശരിയാ, അവരാണെങ്കിൽ മേലിറങ്ങാൻ ഒരു പണിയും കിട്ടാതിരിക്കുക. പക്ഷെ ഈ പട്ടിപ്പിടുത്തത്തിനൊക്കെ അവരെ ഇറങ്ങണാവോ? അവർക്ക് ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. വായിച്ചിട്ടില്ലേ പട്ടാളം സേവനമായിട്ട് റോഡ് വെട്ടി പാലം പണിതുന്നൊക്കെ. അപ്പൊ പിന്നെ ഇവിടെ ഒരു പട്ടിപ്പിടുത്തായിക്കോട്ടോ. വായി നോക്കിക്കണ്ട് വാടേ. ഇവിടെ ഇരുന്ന് കളിച്ചാലും കേൾക്കാൻ സംഗീതം. ഇത്രയൊക്കെ വിസ്തരിച്ചെഴുതല്ലേ, അവള് കയറും പൊട്ടിച്ചിങ്ങോട്ട് പോരും. ഒന്ന് പോടാ. തമാശ കളിക്കില്ലേ? പഞ്ചാരക്കുന്നത്ത് നട്ട പച്ചക്കരിമ്പേ വേണ്ട. ഇന്നലെ ഞാൻ നിന്നെ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ നീ ഒരു AK-47 ആയി. നിന്നെ ഞാൻ കെട്ടിപ്പിടിച്ചു മതി മതി, ഇനി ഞാൻ നോക്കട്ടെ. ഇപ്പൊ തരാടേ. ഇത് വലിയ ശല്യം. എന്താ ഇത്? വല്ല നുഴഞ്ഞു കയറ്റക്കാരും വരുന്നുണ്ടോ നോക്കിയാണ് സാർ. മൈ ഗോഡ്. മാരകായുധങ്ങളോട്ട് സംഘം ഇങ്ങോട്ട് വരുന്നുണ്ട്. കമോൺ ഗെറ്റ് അലർട്ട്. ഇവിടെ പുറത്താരും കാണില്ലല്ലോ. അവരാ ടെന്റിനകത്തായിരിക്കും. നിങ്ങൾ ധൈര്യമായിട്ട് തുറന്നോ. കുഴപ്പാവോ? ഏയ്, എന്റെ തോക്കിൽ ഉണ്ടല്ലോ. ആ ഉണ്ട് അവിടെ തന്നെ വെച്ചോളാം. ഞാൻ പല പ്രാവശ്യം പറയണ്. എന്നാ തുറക്കല്ലേ? തുറക്കടോ തുറക്ക്. ഇയാളുടെ കയ്യിൽ ഉണ്ടല്ലോ. പറഞ്ഞ പോലെ ഇവറ്റങ്ങളൊക്കെ എവിടെ പോയി? ചെറുതായിട്ടൊരു പേടി തോന്നുന്നില്ലല്ലോ. ഇല്ലാതില്ല. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഇനി നമ്മളറിയാതെ ഇന്നലെ രാത്രി വല്ല പാകിസ്ഥാൻ പട്ടാളത്തെ വന്ന് കൊണ്ടുപോയോ? എവിടെ ഇതിലെങ്ങനെ കഴിച്ചിലാവും? കേറി കുടുങ്ങി പോയല്ലോ മമ്പറത്തെ തങ്ങളെ. നോക്ക് നാട്ടു മോനെ എങ്ങേക്കൂല്ല വാപ്പിയമ്മ. ഞാൻ കഴിച്ച് പോകുമ്പോട്ട് പോന്നേ. അല്ലോ ഇന്റെ കഥ കഴിഞ്ഞതല്ലേ. അല്ലോ എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം? എന്തിനാ ക്യാമ്പ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്? ആരാ നിങ്ങളുടെ പിന്നിലെ? പറയേ. സാറുമാരെ, നമ്മൾ ബോംബ് വെക്കാനും കൊല്ലാനൊന്നും വന്നതല്ല. പിന്നെ നാട്ടിൽ പേപ്പറ്റ് ഇറങ്ങിയിട്ട് അതിനെ പിടിക്കാൻ സഹായം ചോദിച്ചു വന്നതാ. ഓക്കെ, രക്ഷപ്പെട്ടു. ക്യാമ്പിലേക്ക് വരുമ്പോ അനുവാദം ചോദിച്ചിട്ട് വേണ്ടേ വരാൻ? അതും ഈ മാരകായുധങ്ങളൊക്കെ ആയിട്ട് വരുമ്പോ. അത് മാറുകായുധങ്ങളൊന്നും അല്ല സാറേ. പട്ടിനെ കണ്ടാ തച്ചൊല്ലാനുള്ള മരക്കഷ്ണങ്ങളാ. ശരി, ഏതായാലും ഈ ദൗത്യം പട്ടാളം ഏറ്റെടുത്തിരിക്കുന്നു. ഇനി ഈ നാട്ടിൽ ഒരു പട്ടിയും കാണില്ല. നീന്താ കളിക്ക? കാഴ്ച കാണാൻ തോക്കിന്റെ മുമ്പിൽ തന്നെ കയറി നിൽക്കണം. ഇപ്പൊ വെടികൊണ്ട് ചത്തേനെ.
ഒരു ഹ്യൂമൻ എനിമിയെ നേരിടുന്ന അത്ര ഈസി അല്ല ഒരു അനിമൽ എനിമിയെ നേരിടുന്നത്. ഓരോ സ്റ്റെപ്പും ഓരോ സെക്കൻഡും അലർട്ടായിരിക്കണം. എന്റെ അമ്മേ, എന്റെ പശു പോയി. അയ്യോ സാറേ ഏതോ തെണ്ടി ഗ്രീസ് വേണ്ടി വെച്ചേക്കുവാ. ആ തെണ്ടി ഞാൻ തന്നെയാ. ഇത് നിനക്കുള്ള ശിക്ഷയാ. കേടാ. അയ്യോ സാറേ, ഞാൻ താഴെ വീട് നടുവൊടിഞ്ഞ് ചത്ത സാറിന്റെ ഭാര്യയ്ക്ക് അരയ്ക്കാൻ തേങ്ങയും കറിക്ക് മാങ്ങ ആരും കൊണ്ട് തരും സാറേ? അതിന് നിന്നെ പോലെ വേറൊരുത്തം വന്നോളും. എടാ പുതുമുഖങ്ങൾക്ക് അവസരം കിട്ടട്ടാ. കേടാ. ഓരോ കള്ളപ്പട്ടികൾ വന്നോളും മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. പട്ടി പട്ടി നിന്റെ അപ്പൻ. ഏമാന്റെ ഹൗസിംഗ് ബോർഡ് പട്ടി തകർത്തല്ലോ. പട്ടിക്കിതല്ലേ പറ്റൂ. എല്ലാരുണ്ടല്ലോ. അയ്യോ എന്റെ കമത്തിക്കറി ആശുകൊണ്ടോ. അയ്യോ അയ്യോ വൈദ്യരെ ഹെൽപ്പ് മീ വൈദ്യരെ. എനിക്ക് പേളുമ്പോ വരാട്ടാ. ഇപ്പൊ എനിക്ക് ഇത്തിരി തിരക്കുണ്ട്. പോലീസുകാരുടെ 14 ഇഞ്ചക്ഷൻ എടുപ്പിക്കാൻ ഇവിടെ പട്ടികളില്ലടാ. അയ്യോ இங்க எங்கேயோ வெடிசத்தம் கேக்குறதே. அவனுடைய கேம்ப் இங்க எங்கேயோ தான் இருக்கும். മാമി, അത് ക്യാമ്പീന്നല്ല, അടുത്തേതോ അമ്പലത്തിൽ വെടിപൊട്ടിയതാ. ദേ ആന പോണ കണ്ടില്ലേ? ஆமா யானை. சரி சரி நீ வண்டி விடு. ஏய் வண்டி நிறுத்து. അമ്മ, பட்டாபி நிறுத்து. நிறுத்துடா. டேய் டேய் பட்டாபி பட்டாபி, நான் உங்க அம்மாடா. இப்படி மூஞ்சில கரிய பூசிட்டு இருந்தா எனக்கு தெரியாது நினைச்சிட்டு இருக்கியா? നീ ഏൻ ചൊല്ലാൻ വന്നിട്ടായി? ஏண்டா வீட்டுக்கு கூட வராம நாட்டுக்காக சேவை செய்யறேன்னு இப்படி நாயை பிடிச்சிட்டு இருக்கியே, நீ பெரிய பட்டாளம். அம்மா, நான் இங்க ஆபீசர் ஆக்கும், அவளெல்லாம் கேட்டுட்டு இருக்கா. நீ வா, கேம்பில் போய் பேசலாம். என் செல்லம்மா இல்ல. കേക്കട്ടെ, എല്ലാരും കേക്കട്ടെ. രാമനാമം ചൊല്ലിണ്ട് പേരക്കുട്ടികളെയും കൊഞ്ചിച്ചോണ്ടിരിക്കേണ്ട കാലത്ത് ഞാൻ നിന്റെ പിറകെ ഇങ്ങനെ ഉലകം ചുറ്റിക്കൊണ്ടിരിക്കുന്നില്ലേ? ഇത് ന്യായമാ? അവര് പറയട്ടെ. நீ கேம்பில் வந்து என்ன வேணா சொல்லிக்க. இங்க மலையாளத்துல பேசினா அவளுக்கு புரியும். പുരിയട്ടുണ്ടാ, അവൾക്ക് നന്നാ പുരിയട്ടും. നിങ്ങൾ തന്നെ പറയണം, ഇവൻ ചെയ്യുന്നത് ശരിയാണോ? അതിർത്തി യുദ്ധം പട്ടിപിടുത്തെന്നൊക്കെ പറഞ്ഞ് ഇവൻ കല്യാണം കഴിക്കാൻ നടന്നാലേ പിന്നെ എന്നാ കല്യാണം കഴിക്കാ? മൂക്കിലെ പല്ലു കൊടുത്താച്ച്. அம்மா, ഇപ്പൊ എന്റെ പ്രാർത്ഥന കേട്ടിട്ട് അയ്യപ്പ സ്വാമി നിന്നെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. வா, கார்ல ஏறு. என்ன தொடாதே. கார்ல நீ ஏறுங்கம்மா. பேச வேண்டாம். அவன் உன்னை கேம்பில் போய் சொல்லு, பேசிக்கலாம். கல்யாணம் நீ வா. பண்ணிக்கிறேன்னு சொல்லு. அப்பதான் நான் இங்க இருந்து போவேன். இரு, சொல்லுடா. கல்யாணம் பண்ணிக்கிறேன்னு சொல்றா. அவன் முன்னால சொல்லுடா. உன் பின்னாடி பென்னி, சுத்திட்டு இருக்கிறது என்னால முடியாது. അപ്പോ ക്യാമ്പിൽ വെച്ച് കാണാം. ബൈ.
ஏண்டா பட்டாபி நோக்கு அவசர வேலை இருக்குன்னு சொல்லிட்டு இங்க வந்து உட்கார்ந்துட்டு இருக்காயா? വേലയെല്ലാം മുടിഞ്ഞെടുത്തുമ്മാ. ஆமாண்டா, உன் வேலையெல்லாம் முடிச்சிட்டு நீ கல்யாணம் பண்ணிக்கிறதுக்குள்ள நான் உயிரோட இருப்பேன்னு நீ நினைக்கிறாயா? இப்ப எதுக்கு இந்த பேச்சு? இதுக்கு தானே ஆத்துக்கே வரதில்ல. டேய், எனக்கு தெரியும்டா, நீ எனக்கு ஒரே ஒரு புள்ள. நீ எங்க இருந்தாலும் நான் உன்னை தேடிட்டு வந்து தானே ஆகணும். பட்டாபி, இதோ பாரு, இந்த வாட்டி இதுக்கு ஒரு தீர்மானம் எடுக்கிற வரைக்கும் நான் இங்க இருந்து போக மாட்டேன். இல்லைன்னா நீ என்ன உயிரோட பார்க்க மாட்டாய். உன் மனசு மாறினா உன்னையும் கூட்டிட்டு சபரிமலைக்கு வரேன்னு வேண்டிட்டு இருக்கேன். அம்மா ஏமா என்ன புரிஞ்சுக்க மாட்டேங்கிறேன். 8வது வயசுல டிஎஸ்டிக்குள்ள சுத்தின்னு தான் பாத்திருக்கேன் அப்பாவோட பாடிய. அதுக்கப்புறம் வருஷம் பூரா அவன் கண்ணீர் மட்டும் தான் பாத்திருக்கேன். எனக்கு அதெல்லாம் ஒண்ணு மறக்க முடியாது. எப்ப வேணா போலாம் பட்டாள் கால உயிர். அதனால எல்லா பட்டாளக்காரனும் கல்யாணம் பண்ணிக்காம இருக்கான். இதோ போறானே அந்த மாதவன், அவன் பென்ஷன் ஆனா எங்க போவான்? அவனுக்காக காத்துட்டு இருக்கிறதுக்கு யாராவது இருக்காளா? அது அவன் தலையெழுத்து. நேக்கே அம்மா இருக்காளே. நான் என்ன ஔவையாரா அத்தனை நாள் உயிரோடு இருக்கிறது? வேண்டாம் வேண்டாம், நீ சோப் போட்டே என் வாயை அடைச்சு விடுறேன். இதோ பாரு, இந்த தடவை அது நடக்கவே நடக்காது. അമ്മയുടെ പിണക്കം മാറിയില്ലെന്ന് തോന്നുന്നു. നീ അമ്മയെ കൊണ്ടൊരു സിനിമ കാണിക്ക്. ഇന്നേക്ക് അമിതാഭ് ബച്ചൻ സിനിമ വാക്കും. വേണ്ടാം വേണ്ടാം, நான் ஒன்னும் സിനിമ പാக்கிறதுக்கு ഇങ്ങ வரல. അമ്മ വാ. ഇത്തവണ അണ്ണൻ ഈ നാട് വിട്ടു പോകുന്നതിന് മുമ്പ് കല്യാണം കഴിച്ചിരിക്കും. പാക്കറത്ത പാரு. ചുമ്മാ. നിങ്ങൾ പറഞ്ഞത് വിശ്വസിക്കാലോ. അതിനുള്ള ഡെപ്പോസിറ്റുകളൊക്കെ സാറ് തുടങ്ങി കഴിഞ്ഞു. ഡെപ്പോസിറ്റാ? അമ്മ അത് വന്ന് ഈ കല്യാണത്തിലുള്ള ഡെപ്പോസിറ്റ് ഇല്ലേ, അതിനെ പറ്റി അവൻ പറഞ്ഞ. என்ன சொல்லி அனுப்புறதுக்கு உனக்கு திறக்காச்சு இல்லையா? ரொம்ப தூரம் போக வேணாமா, அதனால சொன்னேன். நான் இப்ப போறேன், ஆனா நீ சொன்ன பேச்சு கேட்கல, நான் திரும்ப வருவேன். നിങ്ങളോട് കൂടി ചേർത്താ. അമ്മ ധൈര്യമായിട്ട് പോവാ, എല്ലാം പറഞ്ഞ പോലെ നടക്കും. പിന്നെ സമയം കിട്ടുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം. വാരേ. பட்டாவி, என்னம்மா? யாரா அந்த பொண்ணு? அது பக்கத்தாத்து பொண்ணுமா. அழகா இருக்கா. ഇതാണമ്മേ ഞങ്ങൾ പറഞ്ഞ ഡെപ്പോസിറ്റ്. ഓ, ഡെപ്പോസിറ്റ്. എന്താ കുട്ടിയുടെ പേര്? വിമല. പോസ്റ്റ് ഓഫീസിലെ വേല പാക്കറാ. ഓ, അമ്മയാണ്. ഇവ എല്ലാം ചൊന്ന പറ്റുമാ? ശരിയമ്മാ. അമ്മ ഇപ്പൊ വന്നു. എല്ലാം തീർന്നു. കുട്ടി എന്താ ചോദിച്ചേ? അല്ല, അമ്മ ഇപ്പൊ വന്നു. ഇന്നലെ എന്താ ഞാൻ പറഞ്ഞില്ലേ, അമ്മ എന്ത് കരുതിട്ടുണ്ടാവോ? എന്ത്? അല്ല, കുട്ടി എവിടെ കണ്ടിട്ടേ ആകെ കുഴപ്പമായി. കുഴപ്പോ? എന്ത് കുഴപ്പം? അത് കുറെ കാലമായിട്ട് അമ്മ എന്നെ കല്യാണം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നു. നോർത്തിലും ബോർഡിലും ഒക്കെ ആയിട്ടുള്ള എന്റെ കറക്കം കഴിഞ്ഞ് ഇപ്പോഴാ അമ്മയ്ക്ക് എന്നെ കൈ കിട്ടിയത്. ഒരു വിധത്തിൽ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഞാൻ അങ്ങോട്ട് വിട്ടതേ ഉള്ളൂ. അപ്പോഴാ കുട്ടിയുടെ വരും. അമ്മ തെറ്റിദ്ധരിച്ച് കാണുവോ? എന്തിന്? അതിന് നമ്മൾ തമ്മിൽ അങ്ങനത്തെ അടുപ്പൊന്നും ഇല്ലല്ലോ. അത് കുട്ടിക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷെ അമ്മയ്ക്ക് അറിയില്ലല്ലോ. അതാ കുഴപ്പമായത്. അത് മാത്രമല്ല, ഇവിടുത്തെ ഈ കഴുതകൾ എന്തൊക്കെയോ പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അമ്മ തെറ്റിദ്ധരിച്ച് കാണും, ഉറപ്പാ. അല്ല, ശരിക്കും സാറെന്താ ഇത്രയും കാലമായിട്ട് കല്യാണം കഴിക്കാതിരുന്നേ? അതിനൊക്കെയുള്ള പ്രായത്തില് ഇവിടെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ജീവിതം വേസ്റ്റായി പോകും തോന്നി പിന്നെ ഒരുത്തേ കണ്ടുകിട്ടിയില്ല. ഇനി ഈ പ്രായത്തിൽ ഇപ്പോ കുട്ടിയല്ലേ, ഞാനവർ പറഞ്ഞിട്ടുണ്ട്, അവരാ ടെൻറ്റി കാണും. സാർ, എങ്ങനത്തെ കുട്ടിയാ സാറിന്റെ മനസ്സില്? എന്നെ പോലെ ഒരാൾ മതിയാവോ? നല്ല കമ്മീഷൻ തന്നാ മതി. ഈ കറക്കത്തിനിടയിൽ ഞാനും തപ്പാം. അമ്മാ, ഒന്ന് നിക്കണ അമ്മാ. പാത്താ പിച്ചക്കര മാറിയില്ലേ? ഞാൻ നായര്, ശിവശങ്കരൻ നായര്, ഇവിടുത്തെ വൈദ്യരാ. അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ല അല്ലേ? ഇനി മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണോ മനസ്സിലാവാത്തത്? അമ്മയ്ക്ക് എന്നെ പുരിഞ്ചില്ലേ? മനസ്സിലായില്ല. ഓ, അപ്പം മലയാളം അറിയാല്ലേ? ഞാനും പട്ടാമ്പി സാറും നല്ല കണക്ഷനാ. ഫ്രണ്ട്സ്. അതിനൊന്നും ഇല്ലേ? പട്ടാമ്പി സാറ് അമ്മയെ വീട്ടിൽ കൊണ്ടുവരാന്ന് പറഞ്ഞിരുന്നു. എന്റെ ഭാര്യയും ഒരേ ഒരു മോളും കണ്ണിലെ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക, വരാതെ പോവരുത്. പട്ടാമ്പി എന്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലേ? പറയാൻ മറന്നതാവും. പട്ടാമ്പി സാർ എന്റെ അമ്മയോട് പറയാതിരുന്നു. മറന്നതാവുള്ളൂ. ചില സമയങ്ങളിൽ നല്ല മറവിയുണ്ട്. അതിന് ഞാൻ ഒരു മരുന്ന് അരച്ചു കൊടുക്കുന്നുണ്ട്. അതെ, വണ്ടി നേരെ അങ്ങോട്ട് പൊക്കോട്ടെ. വേണ്ട, തുറക്കണ്ട. എന്റെ ശിഷ്യന്മാര് തുറന്നോളും. തുറക്കടാ. വേണ്ട, അടയ്ക്കണ്ട. ഇവരടച്ചോളും. ഇവരെന്റെ തിരുമുകാരാ. സ്റ്റീം ബാത്താ. അവനെ ടെസ്റ്റ് ചെയ്യാൻ കയറ്റിയതാ.
ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ മരുന്നുകളും ടെസ്റ്റ് ചെയ്യുന്നത് അവന്റെ ശരീരത്തിലാ. നല്ലൊരു ടെസ്റ്ററാ. അവന്റെ ഫാദറും നല്ലൊരു ടെസ്റ്ററായിരുന്നു. എന്റെ ചെറിയൊരു പരീക്ഷണത്തിൽ ചത്തുപോയി. എടാ ചെന്ന് അയച്ചു വിടറാ ചാവണേലും മുമ്പ്. വാ, വേഗം തുറക്ക്. ദേ ഇവിടെ, ഇവിടെ. ഇവരൊക്കെ രാഷ്ട്രീയ ജാഥയ്ക്ക് പോണ ആൾക്കാരാണ്. ഇങ്ങനത്തെ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. വരൂ വിശാലം. നല്ല മോള്. ഒറ്റ മോളല്ലേ ഉള്ളൂ. ഈ കണ്ട സ്വത്ത് മുഴുവനും ഇവൾക്കല്ലേ. ഈ കണ്ട വെൽത്തിന് പുറമെ സായിപ്പുമാരെ തിരുമിയാ കിട്ടുന്നത് എല്ലാം ഡോളേഴ്സ് ആയിട്ടാ. അത് മോൾക്ക് തന്നെയാ. $1 is equal to 48 Indian rupees. You know? അങ്ങനെയല്ലേ? ആ അത് മാത്രല്ല, ഈ ഇരിക്കുന്ന ജിലേബി, അച്ചപ്പം, ലഡു, കായവറുത്തത് എന്ന് വേണ്ട എല്ലാ പലഹാരങ്ങളും ഈ മോൾ ഉണ്ടാക്കിയതാണ്. നായർക്ക് ബേക്കറി ബിസിനസ് എടുക്കാ. ബിസിനസ്സോ? This is a- ഡോ തന്നെ ഞാൻ ആ ആവിപ്പെട്ടിയിലല്ലേ നിർത്തിയിരുന്നത്. അതെ. അങ്ങോട്ട് പോട്ടെ 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 പോട്ടെ. ഇതൊക്കെ ഒന്ന് കഴിക്കാമ്മാ. പോറും എനക്ക് വയറ് നിറഞ്ഞാച്ച്. എനക്ക് ആകെ വിഷമം എന്റെ പട്ടാമ്പിയെ ഓർത്താ. അമ്മ വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. പിന്നെ ഇവൾക്കാണെങ്കിൽ പട്ടാമ്പി സാറിന് പറഞ്ഞ ജീവനാ. കുട്ടികളുടെ മനസ്സല്ലേ. അവളുടെ ഒരു ഇഷ്ടത്തിനും ഞങ്ങളെതിരല്ല അല്ലേടി. അവനൊരു പെൺകുട്ടിയെ പിടിച്ചു എന്ന് വെച്ചാ അതിന് വലിയ കാര്യ. ധർമ്മശാസ്താവേ കാത്തുകൊള്ളണേ. എന്നാലും അവനൊരു വാർത്ത എങ്ങിട്ട് ചൊല്ലലിയേ. അതെങ്ങനെ ചൊല്ലും അമ്മ? ഞാൻ തന്നെ ഇവളെ പ്രേമിക്കുന്ന കാര്യം ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞിട്ടില്ല. നേരെ ரொம்ப ആകുതേ. ഞാൻ കളമ്പട്ടുമാ. ഓ വരേ. ചേച്ചി പട്ടാളക്കാരനെ കിട്ടിയെന്നെ തോക്ക് പഠിപ്പിക്കോ? എനിക്കും പഠിക്കണം. എനിക്കും. പിന്നെ ഞാൻ ആ പട്ടരെ കെട്ടാൻ പോവല്ലേ? എനിക്കറിയാം. ചേച്ചിക്ക് ഇഷ്ടം മറ്റേ പട്ടാളക്കാരനെയല്ലേ? ഒന്ന് പോടിയോ. നീ ഇവിടെ ഇരിക്കുക. ഡോ ഇതവിടെ കൊണ്ടുവച്ചേ. ദേ നീ ഇത് കൊണ്ടുപോയി ആ പട്ടാമ്പി സാറിന് കൊടുക്ക. അച്ഛൻ തന്ന അയച്ചാണെന്ന് പറയാ. പിന്നത്തയില പട്ടിയെ പിടിക്കാൻ ചാടി മറിഞ്ഞ് ആ പാവത്തിന്റെ ദേഹത്ത് വല്ല ഉളുക്കോ ചതവോ പറ്റിയിട്ടുണ്ടാവോ. എന്നാ എനിക്കൊന്നും വയ്യ. ഒറ്റ ചവിട്ട് വെച്ചെന്നാലുണ്ടല്ലോ കൊഞ്ച നീയേ. എങ്ങനെയെങ്കിലും അയാളുടെ മനസ്സിന്റെ അകത്ത് കയറി പറ്റാൻ നോക്കാണ്ട് പിടിക്കടി. ഒന്നുമില്ലേലും വെടി കൊള്ളാണ്ട് നിന്റെ ജീവൻ രക്ഷിച്ച ആളല്ലേ ആ സാറ്. എന്നെ രക്ഷിച്ചത് ആ സാറൊന്നുമല്ല, മറ്റേ പട്ടാളക്കാരനാ. പറയണ പോലെ അങ്ങോട്ട് ചെയ്താൽ മതി. ഈ പിണ്ണത്തൈലം സ്നേഹത്തോടെ കൊടുത്തിട്ട് അച്ഛൻ തന്നതാണെന്ന് പറ. അല്ലെങ്കിൽ വേണ്ട, നിന്റെ സ്വന്തം ഇഷ്ടത്തിന് നീ തരുന്നതാണെന്ന് പറയാ. ഈ പൂവ് കൊടുക്കുക, മിഠായി കൊടുക്കുക, അതിൽ നിന്നൊക്കെ ഒരു മാറ്റം എന്റെ കുട്ടി. ഈ പിണ്ണത്തൈലത്തിലൂടെ വഴുക്കി വഴുക്കി ആ മനസ്സിൽ അങ്ങോട്ട് കയറി പറ്റാൻ നോക്കടി. ശരി. നിങ്ങൾ ഇത് എന്ത് കണ്ടിട്ടാ മനുഷ്യ പ്രായമായ പെണ്ണിനെ പട്ടാള ക്യാമ്പിലേക്ക് പറഞ്ഞു വിടുന്നത്? പലതും കണ്ടിട്ടാ. എടി നിനക്കറിയില്ല ഒറ്റമോളുള്ള ഒരു തന്തയുടെ വേദന എന്താന്ന്. ഓരോരുത്തരന്മാര് നല്ലൊരു കല്യാണക്കാരി നടന്നു കിട്ടാൻ നേർച്ചയും കാഴ്ചയും വെച്ച് നടക്കുക. ഇത് ഇങ്ങനൊരു കാര്യം വീണിട്ട് കളയാനേ ഞാനൊരു മണ്ടനൊന്നുമല്ല. വൈദ്യരേട്ടാ, ഞാനിതിന്റെ ഉള്ളിലിരുന്ന് ഉരുകി ഉരുകി എല്ല് വരെ വെള്ളമാറായി. ഇതിന്റെ ഉള്ളിൽ ഇടാൻ ഒരു സായിപ്പിനെയും മദാമേനെയും കൊണ്ടുവരാന്ന് പറഞ്ഞ് നീ എന്റെ കൊറേ കാശ് മേടിച്ച് തിന്നില്ലേ? ആ തിന്നത് കംപ്ലീറ്റ് ആയിട്ട് ഉരുകി 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 അങ്ങോട്ട് പോട്ടെ. പട്ടിയടിച്ചത് ഭേദായോ സാറേ? ഇരുന്ന് പോവാറായില്ല മോളെ. എന്താ എന്താ പിന്നതായാലും അച്ഛൻ തന്നു വിട്ടതാ. ഏതച്ഛൻ? നായർ വൈദ്യര് പട്ടിയെ പിടിക്കാൻ ഓടിയപ്പോ വല്ല പരിക്കും പറ്റിട്ടുണ്ടാവുന്ന കരുതി പിന്നതായാലും. പിന്നെ നിന്റെ അച്ഛനോടെ കൊടുക്ക്. വേണേ കുറച്ച് കുടിച്ചോളാൻ പറ. മേലാൽ ഈ ക്യാമ്പിനകത്ത് കണ്ടുപോയി അടിച്ച് പോച്ചകളെ ഞാൻ പൊയ്ക്കോ. പട്ടാഭിരാമനല്ല, വട്ടാഭിരാമന. ഇവിടെ പാടി എന്താ ഇവിടെ കുറച്ചു ദിവസമായാലും ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങണു. ആരെ കാണാനാ? ആരും കാണാനല്ല. എന്താ കയ്യില്? നോക്കട്ടെ, കാണിക്കേ. നോക്കട്ടടി. എന്താ ഇത്? പിന്നതൈലം. പിണ്ണതയിലോ? ആർക്ക്? എനിക്കാ? ഇവിടേക്ക് ഇങ്ങനെ പുരട്ടാനാ ആണോ? പട്ടിയെ പിടിക്കാൻ ഓടിയപ്പോ എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടാവുന്ന കരുതി. നല്ലതാ, തേച്ച് കുളിച്ചാ മതി. പോവല്ലേ, ഇത് പുരട്ട ഒരു കൈ കൂടെ വേണ്ടേ? എന്താ പിണ്ണതൈലം ഇത് പുരട്ടിയ ഫുൾ പെയിൻ പോവും ബോഡിയിലെ. പിന്നെ പോവും. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കാമുകി കാമുകന് പിണ്ണതൈലം പ്രണയോപഹാരമായിട്ട് കൊടുത്തിരിക്കുന്നത്. അതാണോ? ഞാൻ സഹിച്ചു.